ബോർഡർ ഗവാസ്കർ ട്രോഫി നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടെസ്റ്റ് മത്സരം ആവേശകരമായ ഒരു അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരു ദിനം അവശേഷിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന്റെ ലീഡ് 333 തീർച്ചയായിട്ടും നാലാം ടെസ്റ്റ് അഞ്ചാം ദിനത്തിലേക്ക് ഒരു ത്രില്ലറായി നീങ്ങുമ്പോൾ ഈ ടെസ്റ്റിന്റെ സമഗ്രമായൊരു റിവ്യൂ ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തീർച്ചയായിട്ടും ആരാധകർക്ക് ആവേശത്തിന്റെ മറ്റൊരു തലം തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ഓരോ പന്തിനെയും ആകാംക്ഷയോടുകൂടി തന്നെ കണ്ടിരിക്കുന്ന ആരാധകർക്ക് ഒന്നിനൊന്ന് മികച്ച അനുഭവം തന്നെയാണ് ഈ ടെസ്റ്റ് മത്സരത്തിന്റെ ഓരോ ഓവറും സമ്മാനിക്കുന്നത്. ഇന്ന് നാലാം ദിനം പരിഗണിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് മത്സരം മാറുന്ന ഒരു കാഴ്ചകൾ കണ്ടിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന്റെ ബാറ്റ്സ്മാൻമാരെ ജസ്പ്രീത് ബുംറ ഓരോന്നോരോന്നായി കൂടാരം കയറ്റുമ്പോൾ ഒരു ജയിക്കാവുന്ന ടോട്ടലിലേക്ക് ഓസീസിന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാമെന്ന് ടീം ഇന്ത്യ കരുതിയപ്പോൾ വാലറ്റത്തിന്റെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഓസീസ് കാഴ്ചവെക്കുന്നത്. ഏതൊരു നിർണായക ഘട്ടത്തിലും ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് ടീമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഒരിക്കൽ കൂടി തന്റെ കർത്തവ്യം പാറ്റ് കമിൻസ് ഭംഗിയായി നിർവഹിക്കുന്ന കാഴ്ചയും കണ്ടിരുന്നു. മാർണസ് ലബ്യൂഷന് അർഹിച്ച ഒരു പാർട്ണർഷിപ്പ് തന്നെയാണ് അദ്ദേഹം ഇന്നും സമ്മാനിച്ചത്. എന്നിരുന്നാൽ കൂടി 9 വിക്കറ്റുകൾ അവസാനിച്ചപ്പോൾ ഓസീസിനെ ഇന്ന് 300 താഴെ ഒരു ലീഡിലേക്ക് ഒതുക്കാമെന്ന് ടീം ഇന്ത്യ കരുതിയിരുന്നു. എന്നാൽ ക്രിക്കറ്റിൽ നമ്മുടെ മുതുമുത്തച്ഛന്മാർ പണ്ട് മുതലേ തന്നെ പറയുന്ന പേടിപ്പിക്കുന്ന ആ ഒരു ഓസീസ് ക്രിക്കറ്റ് ടീം അത് ഇന്ന് ചിത്രത്തിലേക്ക് വീണ്ടും വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ബാറ്റിങ്ങിനായി എത്തുന്ന 11ാമൻ പോലും സെഞ്ചുറി അടിക്കാൻ തക്കവണ്ണമുള്ള ഒരു കഴിവ് ഓസീസ് ടീമിന് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അവസാന വിക്കറ്റിൽ നമ്മൾ കണ്ടത്. നഥാൻ ലിയോണും സ്കോട്ട് ബോളണ്ടും ചേർന്ന് ഓസീസിനെ കൈപിടിച്ച് വീണ്ടും മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അവസാന വിക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. ഇരുവരും ചേർന്ന് 50 റൺസിന് മേലെയുള്ള പാർട്ണർഷിപ്പും അവസാന വിക്കറ്റിൽ ഇപ്പോൾ ഓസീസിന് സമ്മാനിച്ചിട്ടുണ്ട്. ഓസീസിന്റെ ലീഡ് 300 കടന്ന് ഇപ്പോൾ നാലാം ദിനം അവസാനിച്ചപ്പോൾ 333 എത്തി നിൽക്കുകയാണ്. 9ന് 228 എന്ന നിലയിലാണ് ഓസീസിന്റെ രണ്ടാം ഇന്നിംഗ്സ്. 41 റൺസുമായി നഥാൻ ലിയോണും 10 റൺസുമായി സ്കോട്ട് ബോളണ്ടുമാണ് ക്രീസിലുള്ളത്. 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറ 3 പേരെ പുറത്താക്കിയ മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഓസീസിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പിടിച്ചുകെട്ടിയത്. 70 റൺസ് നേടിയ മാർണസ് ലബ്യൂഷനാണ് ഓസീസിന്റെ ടോപ്പ് സ്കോററായി മാറിയത്. നേരത്തെ ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 474-നെതിരെ ടീം ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് 369-നാണ് അവസാനിച്ചത്. ഒന്നാം ഇന്നിംഗ്സിൽ 105 റൺസ് ലീഡായിരുന്നു ഓസീസിനുണ്ടായിരുന്നത്. 114 റൺസുമായി സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയുടെ വിക്കറ്റാണ് ഇന്ന് ടീം ഇന്ത്യക്ക് നഷ്ടമായത്. മത്സരം ഒരു ത്രില്ലർ ഫിനിഷിലേക്ക് നാളെ 5ാം ദിനത്തിലേക്ക് നീങ്ങുമ്പോൾ മെൽബണിലെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പരിഗണിക്കുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കാരണം കഴിഞ്ഞ 70 വർഷത്തിനിടെ മെൽബണിൽ ചേസ് ചെയ്ത് ജയിക്കാനാകുന്ന ഏറ്റവും ഉയർന്ന ടോട്ടൽ 258 എന്നുള്ള സ്റ്റാറ്റ് നിലവിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് നാളെ ഓസീസിനെ തോൽപ്പിക്കാനായി സാധിച്ചാൽ ഇവിടെ പുതിയൊരു ചരിത്രം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു ഘട്ടത്തിൽ 91-ന് 6 എന്ന നിലയിൽ നിന്നാണ് ഇപ്പോൾ 228-ന് 9 എന്നുള്ള ചേർത്ത് നിൽക്കാവുന്ന ടോട്ടലിലേക്ക് ഓസീസ് എത്തിയിരിക്കുന്നത്. മുൻനിര ബാറ്റിംഗിൽ കൈവിട്ടപ്പോൾ വാലറ്റം വീണ്ടും മത്സരത്തിലേക്ക് ഓസീസിനെ തിരികെ കൊണ്ടുവരികയായിരുന്നു. 4 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ജസ്പ്രീത് ബുംറ ഇന്ന് റെക്കോർഡിന്റെ മറ്റൊരു കൊടുമുടി കൂടി കയറിയിരിക്കുകയാണ്. അതിവേഗം 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡാണ് ഇന്ന് ബുംറ സ്വന്തമാക്കിയിരിക്കുന്നത്. 44 ടെസ്റ്റുകളിൽ നിന്നാണ് ബുംറ 200 വിക്കറ്റുകൾ തികച്ചത്. 50 ടെസ്റ്റിൽ നിന്ന് 200 വിക്കറ്റ് തികച്ച കപിൽ ദേവിന്റെ റെക്കോർഡാണ് ഇന്ന് ബുംറ മറികടന്നിരിക്കുന്നത്. ഏറ്റവും ത്രില്ലിംഗ് മത്സരമായി ഇപ്പോൾ നാലാം ടെസ്റ്റ് മാറുമ്പോൾ നാളെ 5ാം ദിനം ടീം ഇന്ത്യക്ക് ചരിത്ര വിജയം നേടാനായി സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.